വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. നമ്മൾ ഒരുമിച്ച് ഈ ദിവസത്തിൽ നമ്മൾ ആനന്ദിക്കാൻ പോവുകയാണ്. നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സകലതും നമ്മൾ ഒരുമിച്ച് സ്വീകരിക്കാൻ പോവുകയാണ്. അത് ചേർന്ന് വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാൽ ആമേൻ. നമുക്ക് ആദ്യമേ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം ബ്രദർ ഡാമിൻ അതിശക്തമായ ഒരു വചന സന്ദേശത്തോടു കൂടി നമ്മുടെ മുമ്പിലെത്തും. നമുക്കിന്ന് കോ സ്പോൺസേഴ്സ് ഉള്ളത്, ഒന്ന് സിസ്റ്റർ വിജയലക്ഷ്മി ഫ്രം മൂന്നാർ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വിജയലക്ഷ്മി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മുഴുവൻ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ബിടെക് സെക്കൻഡ് ഇയറിൽ എക്സാമിൽ മകന് നല്ല മാർക്ക് ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വലിയ ഫേവർ ആ മകന് ലൈഫിൽ ഉണ്ടാക്കിയിട്ട് കർത്താവ്, അപ്പോൾ തന്നെ വിജയലക്ഷ്മി സിസ്റ്ററിന് ലഭിക്കുവാനുള്ള പണം എത്രയും വേഗം തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതൊരു വഴി കർത്താവ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ അജി ആൻഡ് ലെംന ഫ്രം ഒമാൻ, താങ്ക് യു ഫോർ സ്പോൺസറിങ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ലെംന സിസ്റ്ററിന് മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വന്ന് ചേരട്ടെ. കർത്താവെ, ജോലി എത്രയും വേഗം ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ കർത്താവ് ഒരു മിറക്കിൾ ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ജീവിതത്തിലെ സാമ്പത്തികത്തിലും എല്ലാറ്റിലും ഒരു റെസ്റ്റോറേഷൻ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫാദർ, ആസ് എ ഫാമിലി ലെറ്റ് ദം ബി ബ്ലെസ്ഡ് ലോർഡ്. മാതാപിതാക്കൾക്ക് ദൈവിക ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ രണ്ട് കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് തീർച്ചയായും സ്പോൺസർ ചെയ്യാൻ സാധിക്കും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. You're all welcome back to Blessing Today Morning Glory. I'm so excited. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ വർഷം നമുക്ക് വേണ്ടി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശയുള്ളവർക്ക് ഒരിക്കലും ആശാഭംഗത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ടൈം ലൈനിൽ കാര്യങ്ങൾ നടക്കുകയില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ ടൈം ലൈനിൽ കർത്താവ് കാര്യങ്ങൾ ചെയ്യും. രണ്ട് തരം സമയങ്ങളാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. വൺ ഈസ് ക്രോണോസ് ടൈം, ദ സെക്കൻഡ് ഈസ് കൈറോസ് ടൈം. ക്രോണോസ് ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മൊബൈലിൽ നോക്കിയ സമയം കാണും. ഞാൻ വാച്ച് കിട്ടാറില്ല, ഞാൻ സമയം നോക്കുന്ന മൊബൈലിലാണ്. സോ മൊബൈൽ അല്ലെങ്കിൽ വാച്ചിൽ, ഘടികാരത്തിൽ നമ്മൾ കാണുന്ന ടൈം, ദാറ്റ് ഈസ് ക്രോണോസ് ടൈം എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ ലോകം ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്തിൽ തന്നെ ഈ ഭൂമിയുടെ കറക്കം അനുസരിച്ച് വ്യത്യാസമുണ്ട്, ടൈം സോണുകളുണ്ട്. എന്തായാലും ഒരു 24 മണിക്കൂറിൽ ആ ഒരു സമയത്തൂടെ നമ്മളിങ്ങനെ പോകും. ദാറ്റ് ഈസ് ക്രോണോസ് ടൈം. എന്നാൽ കൈറോസ് ടൈം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയമാണ്. ഒന്ന് പറഞ്ഞേ, ഇറ്റ് ഈസ് ഗോഡ്സ് ടൈം. മനുഷ്യൻ്റെ സമയം ആകണമെന്നില്ല ദൈവത്തിൻ്റെ സമയം, എൻ്റെ സമയം ആകണമെന്നില്ല ദൈവത്തിൻ്റെ സമയം. ഇറ്റ് ഈസ് ഗോഡ്സ് ടൈം എന്ന് വെച്ചാൽ ദൈവം പ്രവർത്തിക്കുന്ന സമയം. അങ്ങനെ ഒരു സമയത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. ഞാൻ ഒരു വചനഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം, പുതിയ നിയമത്തിലെ 4-ാം പുസ്തകം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. സർ, the invalid said, I have no one to help me into the pool when the water is stirred. While I am trying to get in, someone else goes down ahead of me. So ഈ ഒരു
എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണിത്. ആ പശ്ചാത്തലം അറിയണമെങ്കിൽ അതിൻ്റെ 1-ാമത്തെ വചനം മുതലൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ആ സ്ഥലത്താണ്, ആ വാക്യങ്ങളിലാണ് ഈ സ്റ്റോറി കാണുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. 38ഓളം വർഷമായി രോഗിയായിരുന്ന ഒരു മനുഷ്യൻ അവിടെ ബെഥസ്ത എന്ന് പറയുന്ന കുളക്കരയിൽ തനിക്കൊരു സൗഖ്യം കിട്ടാൻ വേണ്ടി കാത്തു കിടക്കുകയാണ്. ഈ ബെഥസ്ത എന്ന് പറയുന്നത് ഒരു വലിയൊരു കുളമാണ്. അവിടെ 2 കുളമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ബെഥസ്ത കുളം, 2 ഷിലോവാം കുളം. അങ്ങനെ 2 കുളങ്ങളാണ് ജെറുസലേമിലുള്ളത്. അതിലൊരു കുളമാണ് ബെഥസ്ത കുളം. ബെത്ത് എസ്ദ എന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ ഭവനം. ഇപ്പം നമ്മൾ ഈ ക്രിസ്തീയ സ്ഥാപനങ്ങളിലൊക്കെ പല പേരുകൾ നടക്കുമ്പോൾ കരുണാസദൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് ദ ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ വീട്, കരുണയുടെ ഗൃഹം. അങ്ങനെയാണ് അതിൻ്റെ പേര്. ആക്ച്വലി ഇറ്റ് വാസ് ലൈക്ക് എ ഷ്രൈൻ, ഒരു പുണ്യസ്ഥലം പോലെയാണ്. ചില ട്രാൻസ്ലേഷനുകളിൽ കാണുന്നത് വർഷത്തിലൊരിക്കൽ ഒരു ദൈവദൂതൻ വന്നിട്ട് അവിടെ കുളം കലക്കുന്നു. ആ സമയത്ത് ആദ്യം ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആൾ സൗഖ്യമാവും. ഇങ്ങനെയാണ് ചില ട്രാൻസ്ലേഷനുകളിൽ പറയുന്നത്. ചില ട്രാൻസ്ലേഷനുകളിൽ അതില്ല. ഏതായാലും ഞാൻ അതിനെക്കുറിച്ചൊരു സെർച്ച് നടത്തിയപ്പോൾ മനസ്സിലായത് അവിടെ ദൈവത്തിൻ്റെ ദൂതനൊന്നും വന്ന് കലക്കുന്നതൊന്നുമല്ല. അതൊരു ഒരു 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 ഐതിഹ്യമായിരുന്നു. അത് വാസ്തവത്തിലൊരു പേഗൻ ഷ്രൈനാണ്. വിജാതീയരുടെ, യഹൂദന്മാരുടെ അല്ലത്, വിജാതീയരുടെ ഒരു ഹെലനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാർ അവിടെ ഭരിച്ചിരുന്ന ആ കാലം മുതൽ അവിടെ ഉണ്ടായിരുന്ന ശരിക്കും പറഞ്ഞാൽ അതൊരു ഡബിൾ പൂളാണ്, ഒരു ട്വിൻ പൂളാണ്. 2 കുളങ്ങളാണ്. അതിൻ്റെ നടുവിൽ ചെറിയൊരു പാർട്ടീഷൻ പോലെ എന്തോ ഉണ്ട്. മാത്രമല്ല 5 മണ്ഡപങ്ങളുണ്ട്. ഈ മണ്ഡപങ്ങളിൽ ഒത്തിരി പേർക്ക് ഇരിക്കാനും കിടക്കാനുമുള്ള ഒത്തിരി സൗകര്യങ്ങളുണ്ട്. പടവുകളായി ഇറങ്ങി ഈ മണ്ഡപങ്ങളിലൊക്കെ ഒത്തിരി പേർക്ക് ഇരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അന്നത്തെ വിശ്വാസം ഇതാണ്. ഏതോ ഒരു ഗ്രീക്ക് ദേവനോ ദേവതയോ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സർപ്പന്റ് സ്പിരിറ്റ്സ്, ചില സർപ്പശക്തികൾ ഈ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് വർഷത്തിലൊരിക്കൽ അവിടെ ഈ സർപ്പം ഇങ്ങനെ ആ ഉറവിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. അപ്പം അന്ന് ഈ സ്പ്രിങ്സും സർപ്പൻസും സ്നേക്സും തമ്മിലൊരു കണക്ഷൻ അവരുടെ ഐതിഹ്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക്, ഈ ഉറവിലേക്ക് സർപ്പങ്ങൾ ഇറങ്ങി എന്ന് വെച്ചാൽ ആത്മീയമായ രീതിയിലാണ് ചില ആത്മാക്കൾ, സർപ്പന്റ് സ്പിരിറ്റ്സ് ഇറങ്ങി അതിൽ നിന്നിങ്ങനെ അതിങ്ങനെ പാമ്പ് ഇങ്ങനെ അതിൽ കിടന്നിങ്ങനെ വളഞ്ഞു പുളയുമ്പോൾ ഈ വെള്ളം കലങ്ങും. ആ സമയത്ത് ഈ വെള്ളം ഒരു ഔഷധ ജലമായി മാറും. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, മിടുക്കന്മാർക്ക് മാത്രമേ സൗഖ്യം കിട്ടൂ. അപ്പോൾ അവിടെ ഇതിനു മുമ്പ് ആരെങ്കിലും സൗഖ്യമായിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു ഐതിഹ്യമാണ്. ഇങ്ങനെയുള്ള ഒത്തിരി പുണ്യസ്ഥലങ്ങളില്ലേ, അവിടെ പോയാൽ കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറയുന്നതുകൊണ്ട്, ഇന്ന സ്ഥലത്ത് പോയാൽ വസൂരി മാറും എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്, ഇന്ന പുണ്യസ്ഥലത്ത് പോയാൽ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടും, കുടുംബജീവിതത്തിന് ഐശ്വര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് കല്യാണം നടത്തുക. ഇന്ന സ്ഥലങ്ങളിൽ പോയാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അങ്ങനെ ഓരോ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പുണ്യസ്ഥലങ്ങൾ നമുക്കും നമ്മുടെ നാട്ടിലും ലോകമെമ്പാടും ഉണ്ട്. അവിടെയൊക്കെ ഭക്തജനങ്ങൾ ഇങ്ങനെ തിരക്ക് കൂട്ടി വരും. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ഇത്. അതല്ലാതെ സ്വർഗത്തിലെ ദൈവദൂതൻ വന്ന് കലക്കുന്ന പരിപാടി അങ്ങനെ ഒന്നും വാസ്തവത്തിലില്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ അവിടെ ഒരു മനുഷ്യൻ കിടക്കുക. എത്ര വർഷം? 38 വർഷം ആ മനുഷ്യൻ രോഗിയായിരുന്നു. 38 വർഷം അവിടെ കിടപ്പുണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ പഴക്കം 38 വർഷം. അവിടെ യേശു ചെല്ലുകയാണ്. ആ മനുഷ്യൻ്റെ അതുവരെയുള്ള ആയുസ്സിൽ, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അതല്ലാതെ ഈ ബൈബിൾ പറഞ്ഞിട്ടുള്ള ഈ കഥ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് ഈ മോർണിംഗ് ഗ്ലോറി അങ്ങ് അവസാനിപ്പിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു അവിടേക്ക് ചെല്ലുകയാണ്. അതൊരു സാബത്ത് നാളായിരുന്നു. യഹൂദന്മാർക്ക് ഒന്നും ചെയ്യാൻ അനുവാദമില്ലാത്ത ഒരു സാബത്ത് നാളിൽ യേശു അവിടെ എത്തുകയാണ്. ഈ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് യേശുവിനോട് പറയുന്ന കാര്യമാണ്. അപ്പം അതിനു മുമ്പ് യേശു അവിടെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു.
അവിടെ ഞാനൊന്ന് എൻ്റെ പശ്ചാത്തലം ഒന്നുകൂടി ഒന്ന് പറഞ്ഞോട്ടെ, എങ്കിലും അതിൻ്റെ കാര്യം മനസ്സിലാവും. ഒരു ജൂയിഷ് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് യേശു കർത്താവ് യെരൂശലേമിലെത്തുന്നു. 2-ാമത്തെ വചനത്തിൽ അവിടെ ഷീപ്പ് ഗേറ്റ്, ആട്ടിൻ വാതിലിനടുക്കലാണ് അരമായിക് ഭാഷയിൽ ബെഥസ്ത എന്നറിയപ്പെടുന്ന പല പല ബെത്സാദ, ഇങ്ങനെ പല സ്പെല്ലിങ്സും പല വേരിയൻസും ഉണ്ട്. ബെഥസ്ത എന്ന് പറയുന്ന സ്ഥലം 5 കവേർഡ് കൊളനേറ്റ്സ് അവിടെ ഉണ്ട്. 5 മണ്ഡപങ്ങൾ എന്ന് വെച്ചാൽ റൂഫൊക്കെ ഉണ്ട്. മഴ നനയാതെ ആളുകൾക്ക് വിശ്രമിക്കാനും കിടക്കാനും ഇരിക്കാനും വെയിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന 5 മണ്ഡപങ്ങൾ എന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക്, 100 കണക്കിന് പേർക്ക് ഈ കുളക്കരയിൽ വെയിറ്റ് ചെയ്യാൻ കഴിയും. അവിടെയാണ് 3-ാമത്തെ വചനത്തിൽ എ ഗ്രേറ്റ് നമ്പർ ഓഫ് ഡിസേബിൾഡ് പീപ്പിൾ യൂസ് ടു ലൈ. ഒത്തിരി രോഗികളോടെ കിടക്കുക. ദ ബ്ലൈൻഡ്, ദ ലെയിം, ദ പാരലൈസ്ഡ്. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിയാൽ നമ്മുടെ ഈ ലോകത്തിൽ പലതരത്തിൽ രോഗികൾ, ഇനി രോഗമധികമൊന്നും ഇല്ലെങ്കിലും പലവിധ പരാധീനതകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി പേരെ കാണാം. അതിലാണ് 38 വർഷം പഴക്കമുള്ള രോഗവുമായി കിടക്കുന്ന ഒരു മനുഷ്യൻ. യേശു അവിടെ ചെന്നു. ഇദ്ദേഹത്തിന് ഇതുപോലത്തെ അവസ്ഥയാണെന്ന് മനസ്സിലായ ഉടനെ യേശു അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുക, ഡു യു വാണ്ട് ടു ഗെറ്റ് വെൽ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, സർ, ഐ ഹാവ് നോ വൺ ടു ഹെൽപ്പ് മീ ഇൻ ടു ദ പൂൾ വെൻ ദ വാട്ടർ ഇസ് സ്റ്റിർഡ്. ഈ കുളം കലങ്ങുന്ന സമയം, വെള്ളം കലങ്ങുന്ന സമയത്ത് ആരും എന്നെ പിടിച്ചിറക്കാൻ ഇല്ല. ഇതാണ് ആ മനുഷ്യൻ പറയുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, isn't it the cry of so many thousands of people around us? എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇടയ്ക്കെങ്കിലും തോന്നിയിട്ടില്ലേ, എന്നെയൊക്കെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ ജീവിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊന്ന് ഉയരാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ? അപ്പോൾ ഈ മനുഷ്യൻ്റെയും കരച്ചിലതാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല. കാരണം ഈ മനുഷ്യനിങ്ങനെ പരസഹായമില്ലാതെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ സാധ്യമല്ല. അപ്പോൾ മിടുക്കന്മാരാണ് അവിടെ കിടക്കുന്നതെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു വരുന്ന ഇതാണ്, ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് ബിഫോർ മീ ബട്ട് ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ്. അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിലും സഹായിക്കാൻ ആരുമില്ല. മുമ്പിൽ പല അവസരങ്ങളും, തൊഴിലവസരങ്ങളുണ്ട്, ബിസിനസ്സിൻ്റെ അവസരങ്ങളുണ്ട്, ഒത്തിരി കല്യാണാലോചനകളൊക്കെ ഉണ്ട്. പക്ഷെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാൻ എനിക്ക് ആങ്ങളമാരില്ല, അച്ഛനില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ആരും സഹായിക്കാനില്ല. ഇങ്ങനെ ആരും സഹായിക്കാനില്ല എന്ന് പറയുന്ന വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളില്ലേ, ആൺകുട്ടികളില്ലേ? അവസരങ്ങൾ ഒത്തിരി ഉണ്ട് മുമ്പിൽ, പക്ഷേ there is no one to help. ചില സമയത്ത് ചിന്തിക്കും, ആരെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി ഒരു റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിപ്പോയനെ. എനിക്ക് ഹൈ ലെവൽ കണക്ഷൻസ് ഇല്ല. ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ ആയിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യം നടന്നേനെ. വീടിടിഞ്ഞു പൊളിയാറായി, എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അതങ്ങ് പണിയാമായിരുന്നു. ഇനി ഒത്തിരി പേരുടെ ഒരു വേദനയാണ്, ഐ ഡോണ്ട് ഹാവ് ഇനഫ് ഫാമിലി സപ്പോർട്ട്. കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ടില്ല. എത്രയോ പേരുടെ കരച്ചിലാണ്, ദർ ഇസ് നോ വൺ ടു സപ്പോർട്ട് മീ ഇൻ മൈ ഫാമിലി. ഫാദറും ഇല്ല, മദറും ഇല്ല, അല്ലെങ്കിൽ ആങ്ങളമാർ സഹായിക്കുന്നില്ല, പെങ്ങളുമാർ സഹായിക്കുന്നില്ല, നാത്തൂൻ സഹായിക്കുന്നില്ല. എൻ്റെ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ടില്ല. എന്തിന്? ഒത്തിരി ഭർത്താക്കന്മാരുടെ വേദനയാണ്. ഭാര്യ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ കാര്യങ്ങൾ അവളൊന്ന് എൻകറേജ് ചെയ്തിരുന്നെങ്കിൽ, ദർ ഇസ് നോ വൺ ടു സപ്പോർട്ട് മീ. ഇങ്ങനെയുള്ള കരച്ചിൽ. അല്ലെങ്കിൽ ഒത്തിരി പ്രോജക്റ്റുകളൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ ഫണ്ട്സ് ഇല്ല. ആരെങ്കിലും ഫണ്ട്സ് തന്നിരുന്നെങ്കിൽ, ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാനങ്ങ് മുന്നിലേക്ക് പോയാനെ. ഒത്തിരി പേർക്ക് സഹായകരമാകാവുന്ന വലിയ പ്രോജക്റ്റുകൾ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷെ ഫണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. ചിന്തിച്ചിട്ടുണ്ടോ? ദെൻ ഐ ഡോണ്ട് ഹാവ് സ്പോൺസേഴ്സ്. ചിലരുടെയൊക്കെ ഉള്ളിലുള്ളൊരു ചിന്തയാണ്,
ചില ആൽബങ്ങളൊക്കെ ഇറക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ കുറേ ഫിലിം പിടിക്കണമെന്നുണ്ട്, കുറേ വലിയ വലിയ സാധനങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ സ്പോൺസേഴ്സ് ഇല്ല. സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു. ദെൻ ഐ ഡോണ്ട് ഹാവ് ദ റൈറ്റ് ജീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇടുന്ന ജീനല്ല കേട്ടോ, ജീൻസ് അല്ല ഞാൻ പറയുന്നത്, DNA നമ്മുടെ ജീനുണ്ട്. കറക്റ്റ് ജീൻസ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ കറക്റ്റ് ജനിക്കേണ്ട വംശത്തിൽ ജനിക്കേണ്ട രീതിയിൽ കറക്റ്റ് ജീനുകളുമായിട്ടാണ് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടി വരികയില്ലായിരുന്നു. അല്ലെങ്കിൽ ചിലർ ചിന്തിക്കുന്ന ഇതാണ്, നല്ലൊരു വീട്ടിൽ പിറന്നിരുന്നെങ്കിൽ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത്, ഇങ്ങനൊരു വീട്ടിൽ ജനിച്ചുകൊണ്ടല്ല ഞാൻ ഈ അരിഷ്ടതയിലൂടെ പോകുന്നത്. നല്ല സാമ്പത്തികമുള്ള വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുള്ള നല്ലൊരു വീട്ടിലായിരുന്നെങ്കിൽ, കുലീനതയുള്ളൊരു അരിസ്റ്റോക്രസിയുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചിരുന്നതെങ്കിൽ ഇത്രയും സ്ട്രഗിളിലൂടെ ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പം നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ 38 വർഷമായിട്ട് കിടക്കുന്ന ആ മനുഷ്യൻ്റെ അകത്തൂടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന, റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന, റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ദർ ഈസ് നോ വൺ ടു ഹെൽപ്പ് മീ. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളും ആയിപ്പോകാറുണ്ട്. ശരിയായൊരു സഹായം ആരുമില്ലാതിരിക്കും. പക്ഷേ ഈ മനുഷ്യൻ ഇത് ആരോടാ പറയുന്നത്? ദ റിയൽ ഹെൽപ്പർ. എന്ത് സഹായവും ചെയ്യാൻ കഴിവുള്ള യേശുവിനോടാണ് ഈ കാര്യം പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം ഈ യേശുവിനെ ഈ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല. നമുക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആവശ്യങ്ങൾ ഒത്തിരിയാണ്, പരാധീനതകൾ ഒത്തിരിയാണ്, കഴിവില്ലായ്മകൾ ഒത്തിരിയാണ്. നമ്മളും ആ മനുഷ്യനെ പോലെ ഒന്നും ചെയ്യാൻ കഴിയാത്ത, ശരീരമൊക്കെ ഉണ്ട്, കൈയും കാലും എല്ലാം ഉണ്ട്, സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാതെ, പരസഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസരത്തിൽ, അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ, അങ്ങനെ അവസ്ഥയിൽ നമ്മളൊക്കെ ആയി പോകാറുണ്ട്. പല സാഹചര്യങ്ങളിലും ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, പക്ഷെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന യേശു, നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന യേശുവിന് ഏത് സഹായവും ചെയ്യുവാൻ കഴിവുള്ളവനാണ്. മനുഷ്യരാരും സഹായിച്ചില്ലേലും സഹായിക്കാൻ കഴിവുള്ള ഒരു കർത്താവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ കർത്താവാണ് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ? സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നത് ആ കർത്താവാണ്. നമ്മുടെ പ്രതീക്ഷകളൊക്കെ ഭൂമിയിലെ മാതാപിതാക്കളിലും, ഭൂമിയിലുള്ള നമ്മുടെ സഹോദരങ്ങളിലും, ഭൂമിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളിലും ഒക്കെ ആണെങ്കിൽ നമ്മളെല്ലാം നിരാശപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഈ മൊത്തം ബൈബിൾ എടുത്ത് അതിനെ രണ്ടാക്കി ഇങ്ങനെ മുറിച്ചാൽ, അതിൻ്റെ ഏറ്റവും നടുവിലുള്ളൊരു വാക്യം എടുത്താൽ 118 സങ്കീർത്തനത്തിൻ്റെ 8 വചനമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. വാവ്! ദ സെൻട്രൽ വേഴ്സ് ഓഫ് ദ ബൈബിൾ എന്താ പറയുന്നത്? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഒന്നെല്ലാവരും ടൈപ്പ് ചെയ്തിട്ടേ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്ന എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ നിരാശപ്പെടും. കാരണം അവർ കൈവിടും, കാരണം അവർ കൈ കഴയ്ക്കും. നമ്മളെ താങ്ങി എടുത്തു പൊക്കിയും ആർക്കും മടുപ്പ് വരും. എന്നാൽ അവൻ്റെ ബലമുള്ള വീര്യമുള്ള വലങ്കൈ കൊണ്ട് അവൻ നമ്മെ താങ്ങിയാൽ, എത്ര വർഷം വേണമെങ്കിലും, ജീവിതകാലം മുഴുവനും താങ്ങിയാൽ അവൻ്റെ കൈകൾ കഴച്ചൊടിയുകയില്ല. അവൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. ഹലോ, അതുകൊണ്ട് നമുക്കിന്ന് ഈ വർഷത്തെക്കുറിച്ച് തീരുമാനം എടുക്കാൻ പറ്റും. തീരുമാനം ഇങ്ങനെ ആയിരിക്കണം: ഞാൻ ഈ വർഷം മനുഷ്യരിൽ ആശ്രയിക്കില്ല. കർത്താവ് ഇങ്ങോട്ട് ഒന്ന് ചോദിക്കുക. ഇത്രയും മനുഷ്യർ അവിടെ ഈ 5 മണ്ഡപങ്ങളിലായിട്ട് 100 കണക്കിന് മുടന്തന്മാരും കുരുടന്മാരും വാതരോഗം പലരും കിടപ്പുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഈ മനുഷ്യനോടാണ് കർത്താവ് ചെന്ന് ചോദിക്കുന്നത്. അതിനിടയിൽ ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കാൻ, ദൈവമൊന്നും അട്രാൻഡം ചെയ്യുന്നതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എല്ലാവരുടെയും അകമറിയാവുന്ന യേശു ഒരു പക്ഷേ ഈ ഒരൊറ്റ മനുഷ്യൻ, ഇത്രയും കിടക്കുന്നതിൽ ഒരൊറ്റ മനുഷ്യൻ അകത്തൊരു പക്ഷേ
എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ചു കാണും, ശരിയായൊരു ദൈവമുണ്ടെങ്കിൽ, ഒരു സത്യദൈവമുണ്ടെങ്കിൽ, എന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, എനിക്കൊരു സൗഖ്യം തരണേ, എനിക്കൊരു ഭാവി തരണേ, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമേ. ഒരുപക്ഷെ രാത്രിയും പകലും ഈ രോഗികളായി കിടക്കുന്നവരുടെ കരച്ചിലും, ഈ ചുറ്റും ഒരു ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയ ഒരു ആശുപത്രി വാർഡിൽ കിടക്കുകയാണ്. അപ്പുറം ഇപ്പുറമൊക്കെ നൂറുകണക്കിന് രോഗികളുണ്ട്. അവിടെ നിന്ന് ഞരങ്ങലും, ഇവിടെ നിന്നൊരു മുരളലും, അവിടെ ചുമ, അയ്യോ വയ്യാ, വേദന എന്നൊക്കെ പറയുന്ന ദീനരോദനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ആ അന്തരീക്ഷത്തിൽ 24 മണിക്കൂറും കിടക്കുന്ന ഒരു അനുഭവം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരുപക്ഷെ നിങ്ങൾ അക്ഷരീയമായ അങ്ങനെ ഒരു അനുഭവത്തിലാകാം. There is a Jesus standing just beside you. ഇങ്ങനെ ഒരു യേശുവാണ് മുമ്പിൽ അരികിൽ ഒക്കെ നിൽക്കുന്നത്. ആ യേശു പറയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അതിൻ്റെ അർത്ഥം, can you believe me? എന്നിൽ വിശ്വസിക്കാമോ? എന്നിൽ വിശ്വസിക്കാമോ? നിനക്ക് യഥാർത്ഥത്തിലൊരു മനസ്സുണ്ടോ എന്നിൽ വിശ്വസിക്കാൻ? എൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ നിനക്ക് വിശ്വാസമുണ്ട്? ഏതായാലും ആ കർത്താവ് ഈ മനുഷ്യന് ഇങ്ങനെ പരാതി പറഞ്ഞ് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ, ആ മനുഷ്യനോട് 8ാമത്തെ വചനത്തിൽ നിന്ന് ജീസസ് സെഡ് ടു ഹിം, ഗെറ്റ് അപ്പ്, പിക്ക് അപ്പ് യുവർ മാറ്റ് ആൻഡ് വാക്ക്. കർത്താവ് പറയുക, എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടുത്തുകൊണ്ട് നടന്നോളാം. അവിടെ കാണുന്ന അറ്റ് വൺസ് ദ മാൻ വാസ് ക്യൂർഡ്. ഹി പിക്ഡ് അപ്പ് ഹിസ് മാറ്റ് ആൻഡ് വാക്ക്ഡ്. ആൻഡ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്, ഏത് നിലയിലും നമ്മെ പിടിച്ചുയർത്തി ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിലെ സകലത്തിനും മാറ്റം നൽകി വളരെ നല്ലൊരു ഭാവി ഈ വർഷം മുതൽ നൽകാൻ കഴിവുള്ള ഒരു സഹായകൻ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ അരികിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ആ യേശുവിൽ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ഈ വർഷം നമുക്ക് വേണ്ടി ചെയ്യും. ഓരോ ദിവസവും പലതും ചെയ്യും. കർത്താവ് ശക്തനാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. പറയാമോ? ഈ ഒരു വർഷം മൊത്തം ഈ ഒരു ദൂത് മറക്കരുത്. അതായത് മനുഷ്യരിൽ ആശ്രയിക്കുന്ന എല്ലാ ആളുകളും നിരാശപ്പെടും. കാരണം മനുഷ്യർക്ക് പരിമിതികളുണ്ട്. ചിലർ സഹായിക്കാമെന്ന് പറയും, പക്ഷെ സഹായിക്കില്ല. ചിലർ സഹായിക്കില്ലെന്ന് പറയും, പക്ഷെ സഹായിച്ചെന്നിരിക്കും. പക്ഷെ ആ സഹായം എപ്പോഴും ഉള്ളതാകണമെന്നില്ല. ഇപ്പം എന്നോട് പലരും സഹായങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ മനുഷ്യനായതുകൊണ്ട് ഒത്തിരി പരിമിതികളുണ്ട്. കഴിവിൽ നിന്നുകൊണ്ട് പലതും ചെയ്യാൻ കഴിയുമായിരിക്കാം, പക്ഷെ പരിധികളുണ്ട്. എന്നാൽ ഒരു പരിധികളുമില്ലാത്ത അപ്രമേയനായ ഒരു അൺലിമിറ്റഡ് ഗോഡ് ഫാദർ നമുക്കുണ്ട്. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? പറ്റുവാണെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ ഒന്ന് കൂപ്പി പിടിച്ചിട്ട് പറഞ്ഞേ, യേശുവേ, ഈ വർഷം മുഴുവൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഈ വർഷം ഞാൻ നിരാശപ്പെടുകയില്ല. നീ എൻ്റെ പ്രത്യാശയാണ്, നീ എൻ്റെ പ്രതീക്ഷയാണ്. എൻ്റെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ പറയുവാണ്, ഈ രീതിയിലാണ് മുന്നിലേക്ക് പോകുന്നതെങ്കിൽ ഒരു ദിവസം പോലും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം മനുഷ്യരിലല്ലല്ലോ ആശ്രയം. നിരാശപ്പെടേണ്ടി വരില്ല. ഒന്ന് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കാം. ഈ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ദൈവത്തിൻ്റെ കൃപയും സുപ്രസാദവും കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരുകയാണ്. ഈ ഒരു വർഷം ആരോഗ്യത്തിൻ്റെ വർഷമാകട്ടെ, സൗഖ്യത്തിൻ്റെ വർഷമാകട്ടെ, ബലമുള്ള വർഷമാകട്ടെ, അഭിവൃദ്ധിയുടെ വർഷമാകട്ടെ, വളർച്ചയുടെ വർഷമാകട്ടെ, കൊയ്ത്തിൻ്റെ വർഷമാകട്ടെ, വിശാലതയുടെ വർഷമാകട്ടെ, അഭിവൃദ്ധിയുടെ വർഷമാകട്ടെ, സമ്പന്നതയുടെ വർഷമാകട്ടെ, സമാധാനത്തിൻ്റെ വർഷമാകട്ടെ. എന്തെല്ലാം ദൈവത്തിൽ നിന്നും യാക്കോബ് 1:17 പ്രകാരം ജനങ്ങൾക്ക് വരും, അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വന്നു ചേരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless you. See you tomorrow. Bye-bye.